ഷലോം, ഞെറീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. സഹോദരങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു? ദൈവകൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു. ഇന്ന് എന്താ പറയുക, ഇന്നലെ രാവിലെ ലൈവ് വന്നിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വരാൻ പറ്റിയില്ല ലൈവ്. കടക്കടക്കടാ ഒരു കൊതുക് പറന്ന് കളിക്കുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എനിക്കറിയാം. കുറച്ച് പേരെ ലൈവിൽ കാണൂ എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ആ കുറച്ച് പേരെ ഓർത്തിട്ടാണ് ഞാൻ ലൈവിലേക്ക് ഇങ്ങനെ ഓടി വരുന്നത് തന്നെ. ആ കുറച്ച് പേര്, കാരണം അന്ത്യകാലഘട്ടമല്ലേ, അന്ത്യകാലഘട്ടം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഉണർന്ന് ജാഗരിക്കുന്നവരും ബുദ്ധിയുള്ളവരും ഒക്കെ ആയിട്ട് കുറച്ച് പേരെ കാണും. വലിയൊരു ജനസമൂഹം, വലിയൊരു ബോഷ്കിനെ വിശ്വസിച്ചുകൊണ്ട് നാടകമേ ഉലകം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ നാടകമേ ഉലകത്തിലെ യാത്രയിലേക്കായിരിക്കും ബാക്കിയൊരു വലിയൊരു കൂട്ടം സമൂഹവും പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പേര് മാത്രമേ ഈ അന്ത്യകാലഘട്ടത്തോട് കാണത്തുള്ളൂ. ബുദ്ധിയുള്ളവരായിട്ട് ചിന്തിക്കാനും സാമാന്യ ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ളവരും ഒക്കെ കുറച്ച് പേരെ കാണത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഏകദേശം വാക്സിനൊക്കെ എടുത്ത് കിളിപോയി കിടക്കുന്ന സാധനങ്ങളാണ്. ഇപ്പം മറുനാടൻ മലയാളിയിൽ ഒരു ന്യൂസ് റിപ്പോർട്ടറാണോ അതോ അതെന്തുവാ അതിനകത്തൊരു പരിപാടിക്കകത്തൊരു സ്ത്രീ, റീന എന്ന പേര് തന്നെയാണ്, ഓസ്ട്രേലിയയിലുള്ളൊരു സ്ത്രീ വന്നിട്ട് അവര് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ പണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്തിരുന്നു, ഈ സംഭവത്തെക്കുറിച്ച്. അപ്പോൾ ആ സ്ത്രീക്ക് അത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഞാൻ ഒരു എന്താ പറയുന്ന, ഈ വാക്സിനിലൂടെ നിങ്ങളെ അവർ ഫോണിൽ ട്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. 1896 ആണെന്ന് തോന്നുന്നു, അതോ 1986 1986 പ്രിൻസ് എന്ന് പറയുന്ന ഒരു പാട്ടുകാരന്റെ പ്രവചനം എന്ന് പറഞ്ഞുകൊണ്ട്, ഇലുമിനാറ്റികളുടെ പ്രവചനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു യൂട്യൂബിൽ. അത് അന്നേ യൂട്യൂബ് എനിക്ക് ബാൻ ചെയ്ത് ആ വീഡിയോ എടുത്ത് കളഞ്ഞതാണ്. അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച്. ഇപ്പം ആ വീഡിയോസ് എല്ലാം യൂട്യൂബിൽ നിന്നും പോയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യന്റെ മൈൻഡ് ഇപ്പോൾ തന്നെ കൺട്രോൾ ചെയ്യപ്പെടുന്ന ലെവലിലാണ്. ഇപ്പോൾ പലരും ചിന്തിക്കുന്ന എന്താണെന്നറിയാവോ? പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താ പറയുന്നത്, ഇത് ഏതോ ഇലുമിനാറ്റുകൾ ഏതോ ചിപ്പിലൂടെ അല്ലെങ്കിൽ ഏതോ ഡിവൈസിലൂടെ ഒക്കെയാണ് ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് ചിപ്പോ ഡിവൈസോ ഒന്നും അല്ല. 5Gയിലൂടെ ഈ വാക്സിനുകൾ എടുത്തവരുടെ എല്ലാവരുടെയും അല്ല പരീക്ഷിക്കുന്നത് തന്നെ. ഈ വാക്സിൻ എടുത്ത കുറച്ച് ആളുകളെ വെച്ചുകൊണ്ട് അവരുടെ മൈൻഡിനെ എന്ത് ചെയ്യുകയാണ്. ഈ പറഞ്ഞ റീനയൊക്കെ വാക്സിൻ എടുത്തതാണ്. ഈ മറുനാടനിൽ വന്ന് പറഞ്ഞ സ്ത്രീയൊക്കെ വാക്സിൻ എടുത്ത കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഈ വാക്സിൻ എടുത്തവരുടെ എന്താ പറയുക മൈൻഡുകളെയാണ് ഇപ്പോൾ കുറച്ച് 5G കണക്ഷൻ വഴിക്ക് അതിനെ എന്താ പറയുന്നത് നിയന്ത്രിക്കാനുള്ള ഇത് ടെസ്റ്റ് ഡോസ് നടന്നുകൊണ്ടിരിക്കുക. ടെസ്റ്റാണ് അതൊക്കെ. കുറച്ച് പേരെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. റീന ചേച്ചി അറിഞ്ഞോ കൂവളത്തിൽ ബോംബ് പൊട്ടി മരിച്ചത്? അതെ 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 അറിഞ്ഞു ഞാൻ. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. ഈ വാക്സിൻ എടുത്തവരിൽ ഈ വാക്സിനകത്തെല്ലാം നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ നാനോ ഇപ്പോഴും ആൾക്കാർ ചിപ്പ് 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 എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം ടെക്നോളജി വളർന്ന് വികസിച്ച് നിൽക്കുന്ന ലോകത്ത് ടെക്നോളജി ബേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചിലരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫോണെ ട്രാക്ക് ചെയ്ത് ഡിവൈസ് കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. സഹോദരങ്ങളെ, അതൊക്കെ എന്താ പറയുന്ന ബുദ്ധിയില്ലായ്മയിൽ മനുഷ്യർ ലോകപരമായിട്ട് അവരുടെ ബുദ്ധിയുടെ ഹൈ ലെവൽ കാൽക്കുലേഷൻ അവിടം വരെ ഉള്ളൂ. അതുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ. ആക്ച്വലി അതൊന്നും അല്ല. ഇത് നമ്മളന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ആഭിചാരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ആഭിചാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മൈൻഡിനെ വേറൊരുത്തൻ ഹാക്ക് ചെയ്യുന്നതിനെയാണ് ആഭിചാരം എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അതായത് ഒരാളുടെ മൈൻഡിനെയും ബോഡിയെയും വേറൊരാൾ നിന്നുകൊണ്ട് ഹാക്ക് ചെയ്യുന്നു.
ഈ ഹാക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് എവിടെയാണ്? മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഇത്യാദി സംവിധാനങ്ങളിലൂടെയാണ് നിങ്ങൾ ഹാക്കിംഗ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഇന്റർനെറ്റ് സംവിധാനങ്ങളുടെ ഹാക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അതെന്തോ വലിയ സംഭവമാണ് എന്ന് ചിന്തിക്കും. ലോകത്തിൽ ആദ്യമായിട്ട് ഹാക്കിംഗ് ചെയ്ത ആളാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിശാജാണ്, പിശാജാണ് തനി ഹാക്കർ. ഹാക്ക് ചെയ്യപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹവ്വയുടെ മൈൻഡാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഏദനിൽ വെച്ചാണ് തുടക്ക ഹാക്കിംഗ് തന്നെ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ആ ഹാക്കിങ്ങിന്റെ ഒരു ഭാഗമായിരുന്നു ഹവ്വയെ കുറിച്ച് പറയുന്ന സമയത്ത് അവൾ പഴം ഭക്ഷിക്കുന്നതിന് മുൻപേ അത് കഴിപ്പാൻ സ്വാദേറിയതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും കാണുവാൻ എന്നിവ ഭംഗിയുള്ളതെന്നും അവൾ കണ്ടു എന്ന് പറഞ്ഞു. അവൾക്കൊരു കാര്യം കഴിക്കുന്നതിന് മുമ്പേ അതിന് സ്വാദുണ്ട് നമുക്ക് കാണാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി, അറിയാൻ പറ്റി. അപ്പോൾ അത് സാത്താൻ അവളുടെ മൈൻഡിനെ ഹാക്ക് ചെയ്തതാണ്. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് ഹാക്കിംഗ് നടന്നത് ആരാണ്? ഹാക്ക് ചെയ്യപ്പെട്ട വ്യക്തി ആരാണ്? അവയാണ് ഹാക്ക് ചെയ്യപ്പെട്ട വ്യക്തി. പിശാചാണ് ഹാക്കർ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു, അവൻ സകല മനുഷ്യരെയും, അതായത് ലോകത്തിലുള്ള സകല മനുഷ്യരെയും ക്ഷുദ്രപ്രയോഗത്താൽ എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു വേർഡിന് 3 അർത്ഥങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കണം, ടെക്നോളജി എന്നുമായിട്ടുള്ള പദത്തിന്റെ യഥാർത്ഥ മീനിങ് നിങ്ങൾ അന്വേഷിച്ചു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ടെക്നോ എന്ന് പറയുന്ന പദത്തിന് ബ്ലാക്ക് മാജിക് എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഇന്നത്തെ ലോകത്തിലെ സകല ടെക്നോളജിയും ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇത് എന്ത് തേങ്ങയാണ് ഇവള് പറയുന്നത് എന്ന് ചോദിച്ചു പോകും സാധാരണക്കാരായ മനുഷ്യർ. കാരണം അവരുടെ ബുദ്ധി അത്രത്തോളവേ വളർന്നിട്ടുള്ളൂ. അവരുടെ ബുദ്ധിയിൽ അത്രമാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ. അതിൽ കൂടിയതൊന്നും അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 23-ാം വാക്യത്തിനകത്ത് ഫാർമയ്ക്കയിലൂടെ അവൻ സകല ലോകത്തെയും ഡിസീവ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫാർമയ്ക്കയുടെ ഒറിജിനൽ പദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്നിന്റെ ഉപയോഗത്താൽ എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് വ്യക്തമായി തന്നെ ഈ ലോകത്തെ എങ്ങനെയാണ് പിശാച് ഡിസീവ് ചെയ്യാൻ പോകുന്നത്, ചതിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മരുന്നിന്റെ ഉപയോഗത്താൽ അങ്ങനെയാണ് പിശാച് ഡിസീവ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ പിശാച് മരുന്നിന്റെ ഉപയോഗത്താൽ ഡിസീവ് ചെയ്യുമ്പോൾ ഈ ഫാർമയ്ക്ക എന്ന് പറയുന്ന പദത്തിന് വേറെയും 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് അതിന്റെ തനതായ അർത്ഥം, പര്യായ പദം എന്നൊക്കെ പറയത്തില്ലേ, ഇതുപോലെ അതിന്റെ തനതായ അർത്ഥം എന്ന് പറയുന്നത് ഫാർമയ്ക്കയ്ക്ക് മരുന്നിന്റെ ഉപയോഗത്താൽ എന്നുള്ളതാണ് അതിന്റെ തനതായ അർത്ഥം. പക്ഷെ അതിന് അതിന്റെ വേറൊരു വശം പറയുമ്പോഴത്തേക്കും പോയിസൺ, വിഷം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മരണം സംഭവിക്കുന്നത്. വിഷമായതുകൊണ്ടാണ് ഇതെടുത്തവരെല്ലാം തന്നെ മരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഈ വാക്സിൻ എടുത്തവർ മരിക്കുന്നതിന്റെ പിന്നെ കാരണം എന്താണ്? അത് വിഷമാണ്. അപ്പോൾ അതിന്റെ വേറൊരു പദം വിഷം എന്ന് പറയും. പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് മാജിക്, ക്ഷുദ്രപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ 3 വേർഡും ഒരേ വാക്കിന് കൊടുത്തിരിക്കുന്ന പദപ്രയോഗങ്ങളാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ ശുദ്ധപ്രയോഗം എന്നുള്ള മരുന്നിന്റെ ഉപയോഗം, ഈ ട്രാൻസ്ലേഷൻ വന്നപ്പോഴത്തേക്ക് മലയാളത്തിൽ മരുന്നിന്റെ ഉപയോഗത്താൽ ചതിക്കുമെന്നൊക്കെ എഴുതാൻ പറ്റുമോ? അയ്യോ, മരുന്നൊക്കെ ആരെങ്കിലും ഒക്കെ ചതിക്കുമോ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തവന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് അവൻ കേവലം ശുദ്രപ്രയോഗം എന്നുള്ള പദം മാത്രം കൊണ്ട് അവിടെ എഴുതി വെച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്തു? മലയാള ബൈബിളിൽ ഇങ്ങനെയൊരു അർത്ഥമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേരെന്ത് ചെയ്തു? ഈ വാക്സിൻ പോയി എടുത്തു കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങൾ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, മരുന്നിന്റെ ഉപയോഗത്താൽ അവർ ചതിക്കും എന്ന് പറഞ്ഞത് വളരെ വ്യക്തമായി തന്നെ മരുന്നിന്റെ ഉപയോഗത്താൽ ഒരു ചതി നടന്നു. ഈ ലോകം മുഴുവനും അത് കൊടുത്തു അവര്. അത് വചനത്തിലും വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 23-ാം വാക്യത്തിനകത്തും അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. ഹോൾ നേഷൻസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സകല ലോകത്തെയും സകല രാജ്യങ്ങളെയും അവൻ ചതിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രീസ ഡിസൂസ, ഗോഡ് ബ്ലെസ് യു.
സകല രാജ്യങ്ങളെയും അവൻ ചതിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ക്ഷുദ്രപ്രയോഗം എന്നൊരു പദമുണ്ട്, ആഭിചാരം. ഇതെങ്ങനെയാണ് ആഭിചാരം? നിങ്ങൾ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ ഇന്ന് കാലത്തെ ടെക്നോളജിയിലെ മോഡേൺ വേർഡാണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഈ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ഹാക്കിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് ആഭിചാരം, ക്ഷുദ്രപ്രയോഗം എന്ന് പറയുന്നത്. ഈ ഹാക്കിങ്ങിന്റെ യഥാർത്ഥ വെർഷൻ, അതായത് ലോകം ടെക്നോളജിയുടെ ഹൈ ടെക്നോളജി, ഇപ്പം നോർമലി മനുഷ്യരുടെ ഫോണുകൾ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു മറ്റൊരാളുടെ ഇന്റർനെറ്റ് സംവിധാനത്തിനെ ഹാക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ടെക്നോളജി ബേസിലാണ് നിങ്ങൾ ലോകത്തെ കണ്ടുകൊണ്ടിരുന്നത് ഇത്രയും കാലം. ഞാൻ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ബുദ്ധിയോടുകൂടി കേട്ടിരിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുകയും അങ്ങനെയുള്ളവർക്ക് മാത്രം അന്ത്യകാലത്ത് പിടിച്ചു നിൽക്കാനും പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. പറഞ്ഞേട്ടോ. അതായത് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഈ ഹാക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ മെസ്സഞ്ചർ ഹാക്ക് ചെയ്യപ്പെടുന്നു, നമ്മുടെ ഡാറ്റകൾ ചോർത്തിക്കൊണ്ടു പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ കോളുകൾ ട്രേസ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഹാക്കിംഗ് എന്നുള്ള പദത്തിന് മോഡേൺ വേർഡായിട്ട് മോഡേൺ വെർഷനിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഹാക്കിംഗ് എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഈ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ കേവലം ഈ മോഡേൺ വേർഡിൽ കാണുന്ന ഒരു കമ്പ്യൂട്ടറുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു സിസ്റ്റത്തിലേക്ക് അതിനെ ഹാക്ക് ചെയ്തുകൊണ്ട് പോകുന്നതിന്റെ പേര് മാത്രമല്ല ഹാക്കിംഗ്. ആഭിചാരം എന്ന് പറയുന്ന യാഥാർത്ഥ്യബോധത്തിലുള്ളൊരു അർത്ഥവും കൂടി ഉണ്ടതിന്. ക്ഷുദ്രപ്രയോഗം എന്ന് പറയുന്ന ഒരു അർത്ഥവും കൂടി ഹാക്കിങ്ങിനുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൊള്ളുക. ഒരു ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു അർത്ഥം ഇതിനകത്തുണ്ട് ഹാക്കിങ്ങിന്. അപ്പോൾ ഇവർ പരീക്ഷണശാലകളിൽ പണ്ട് കാലങ്ങൾ മുതൽ 1800-കളിൽ ഞാൻ ഇതിനെ കുറിച്ചുള്ള വീഡിയോകളെല്ലാം യൂട്യൂബിൽ ഇട്ടിരുന്നതാണ്. ഇത് ഈ കള്ളന്മാരെന്ത് ചെയ്തു, ലോകം അന്ത്യകാലത്തിലേക്ക് പോകുന്നത് കൊണ്ട് ആമോസ് പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് 11-ാം അധ്യായം 11-ാം വാക്യത്തിനകത്ത് അവർ വചനം അപ്പത്തിനായിട്ടുള്ള വിശപ്പും വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, പിന്നെയോ ദൈവവചനത്തിനായിട്ടുള്ള വിശപ്പും ദാഹവും മനുഷ്യർക്ക് ഇനി ഉണ്ടാകും. വചനം അന്വേഷിച്ചു പോകും, കണ്ടെത്തത്തില്ല. അതുപോലെ സത്യങ്ങളെ വിളിച്ചു പറഞ്ഞതും സത്യങ്ങൾ ലോകത്തോട് അറിയിച്ചതുമായിട്ടുള്ള എല്ലാ വീഡിയോസുകളും ഇന്ന് എനിക്ക് യൂട്യൂബിൽ നിന്ന് നഷ്ടമായിരിക്കുകയാണ്. എൻ്റെ ചാനൽ തന്നെ എടുത്തു കളഞ്ഞു. എന്തുകൊണ്ടാ? വെളിപ്പാട് ദാനിയേൽ പ്രവചനം വളരെ വ്യക്തമായി 9-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് 12-ാം വാക്യത്തിനകത്ത്. അവൻ സത്യത്തെ നിലത്ത് തള്ളിയിട്ടിട്ട് അവന്റെ കാര്യം സാധിപ്പിച്ചെടുക്കും. അപ്പോൾ സത്യമായവയെ എടുത്തു കളഞ്ഞാൽ മാത്രമേ ബോഷ്കിനെ കൊണ്ടുപോയി ഈ ലോകത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ ബോഷ്കിൽ വിശ്വസിച്ചുകൊണ്ട് മനുഷ്യർ വഞ്ചിക്കപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് അവർ എൻ്റെ വീഡിയോകൾ എടുത്തു കളഞ്ഞത്. എൻ്റെ ചാനൽ തന്നെ എന്ത് ചെയ്തത് എടുത്ത്, അതായത് 1,50,000 പേര് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ എടുത്ത് കളഞ്ഞത് അതുകൊണ്ടാണ് അവന്മാര്. കാരണം ഈ ലോകത്തിൽ സത്യങ്ങൾ പോകരുത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഭാരമോ വിഷമമോ ഒന്നും തന്നെ ഇല്ല. എൻ്റെ ഒരു ചാനൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ചാനൽ വ്യൂവേഴ്സ് കൂടുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം സബ്സ്ക്രൈബ് കൂടുക എന്നുള്ളതോ ഒന്നുമല്ല എൻ്റെ ലക്ഷ്യം. പിന്നെയോ സത്യം അറിയുന്നവർ 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ എൻ്റെ ചാനൽ ഒരു 10,000 പേരോ ലക്ഷങ്ങളോ കണ്ടിട്ടും പ്രയോജനമൊന്നുമില്ല. ആ സത്യങ്ങളെ ഉണർന്നു മനസ്സിലാക്കിക്കൊണ്ടു പോകുന്നവർ മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും നിങ്ങൾ കർത്താവിന്റെ വരവിന് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടും മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഹാക്കിംഗ് എന്ന് പറയുന്നതിനെ കുറിച്ച് മോഡേൺ വേർഡായിട്ട് ലോകത്തിന്റെ മോഡേൺ ടെക്നോളജിയിൽ ആളുകൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എന്താണ്? ഒരു ഇന്റർനെറ്റ് സംവിധാനത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ലോകത്തിലെ ഒരു ടെക്നോളജി പരമായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇൻഫർമേഷനുകളെ ആരും അറിയാതെ തന്നെ ചോർത്തുക എന്നുള്ളതിനെയാണ് ഹാക്കിംഗ് എന്ന് മനുഷ്യർ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ അതല്ല പ്രിയ സഹോദരങ്ങളെ. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക് ആണ്. 1800-കളിൽ തന്നെ, അതായത് ഇന്നും ഇന്നലെയും എന്നല്ല, 1800-കളിൽ തന്നെ മനുഷ്യന്റെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് പഠനം നടത്തിയിരുന്നു. 1800-കളിൽ, ഇന്നും ഇന്നലെയുമല്ല, മനുഷ്യർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും വാക്സിനിലൂടെ. എന്തിലൂടെയാണ്? വാക്സിനിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് 1800-കളിൽ തന്നെ പഠനം നടത്തിയിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീടുള്ള
തുടർ പഠനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെരിമെന്റുകളിലെല്ലാം തന്നെ ഈ വാക്സിനെ വെച്ചുകൊണ്ട് എങ്ങനെ മനുഷ്യ മൈൻഡിനെ ഹാക്ക് ചെയ്യാം, എങ്ങനെ മനുഷ്യ മൈൻഡുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞുള്ള എക്സ്പെരിമെന്റുകൾ നടന്നിരുന്നു. നിങ്ങളൊന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. നമ്മളാരും ഈ ലോകത്തിൽ ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. ഇവരുടെ ലാബുകളിൽ നമ്മൾ പോകുന്നില്ല. അവിടെയുള്ള ഇൻഫർമേഷൻ പുറത്തേക്ക് വരുന്നില്ല. അത്രമാത്രമേ ഉള്ളൂ ഈ ലോകം ഇതുമായിട്ടുള്ള ബന്ധത്തിൽ അറിയാതിരുന്നു പോയത്. പക്ഷേ ഇത് ഓൾറെഡി ഈ ലോകത്തിൽ ആഭിചാരം എന്ന് പറയുന്നത് അതിൽ നിന്നുമാണ്, ഈ ബ്ലാക്ക് മാജിക്കിൽ നിന്നുമാണ് ഈ ടെക്നോളജി ഉണ്ടായതും. ഈ ടെക്നോളജി വെച്ചുകൊണ്ടാണ് ലോകത്തെ ഇനി എങ്ങനെ ഹാക്ക് ചെയ്യാം, ലോകത്തിലെ മൈൻഡിനെ എങ്ങനെ ഹാക്ക് ചെയ്യാം. ഇത് കേവലം ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ കേവലം ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പദമായിട്ട് മാത്രം നിങ്ങളെ കാണരുത്. നിങ്ങളുടെ മൈൻഡുകളെ ഹാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ആ എക്സ്പെരിമെന്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് ചെന്നപ്പോഴാണ് അതായത് ഈ എന്ത് പറയുന്ന ഈ വാക്സിനെ കൊണ്ട് mRNA വാക്സിനെ കൊണ്ട് ഇവന്മാര് മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് മൈൻഡിനെ ഹാക്ക് ചെയ്യാനായിട്ട് അവർക്ക് കഴിയും. അതിൻ്റെ നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്, അതിനകത്ത് ഒരുപാട് കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകളിൽ ഞാൻ വിശദമായിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ. ഈ mRNA വാക്സിനെ കുറിച്ച് സയന്റിഫിക് അതായത് അത് ഉണ്ടാക്കിയവർ തന്നെ രംഗത്ത് വന്ന് പറഞ്ഞിരുന്നു ഇതിന്റെ ആപത്ത് എത്രത്തോളം വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് അവർ ചേർത്തിട്ടുള്ള കണ്ടന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം മനുഷ്യരിലെല്ലാം ഇത് കൊടുത്തതിന് ശേഷം അതിന്റെ ഫ്രീക്വൻസി ലെവൽ കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് 5G ഫ്രീക്വൻസിയുമായിട്ട് ഇത് കണക്ട് ചെയ്യപ്പെടുമ്പോൾ അവർ അതിന്റെ ട്രയലായിട്ടുള്ള എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ചിലരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ചിലരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ഈ ആദ്യ ഘട്ടത്തിൽ അതാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മറുനാടനിൽ വന്ന റീന എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട്, ആ സ്ത്രീക്ക് അതിന്റെ യാഥാർത്ഥ്യം ഇതുവരെയ്ക്കും മനസ്സിലായിട്ടില്ല. സ്ത്രീ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അത് മനസ്സിലാക്കിയിട്ടുള്ളൂ. ആക്ച്വലി ആ സ്ത്രീ മനസ്സിലാക്കിയത് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും എന്തോ തരത്തിലൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ തരത്തിൽ ഹാക്ക് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ആ സ്ത്രീ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ആക്ച്വലി അതല്ല. ഈ വാക്സിൻ എടുത്തവരുടെ മൈൻഡുകൾ ട്രയൽ ചെയ്യുകയാണ്. കുറച്ചുപേരുടെയെങ്കിലും മൈൻഡുകൾ ട്രയലിൽ കൊടുത്തിരിക്കുകയാണ്. ട്രയൽ ബേസ്ഡ് കാര്യങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ട്രയൽ ഹൗണി സ്പാരോ ചിക്കൻ വാക്സിനേഷൻ ചെയ്തിട്ടാണ് വരുന്നത്. അത് കഴിക്കാൻ വെച്ച് വാക്സിൻ അല്ല മോനെ, അത് ചിക്കനകത്ത് കുത്തിവെക്കുന്ന ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് വാക്സിൻ അല്ല. അത് ഒരു സൈസ് വെള്ളമാണ് അവർ കുത്തിവെക്കുന്നത്. കാരണം ഹോർമോണിന്റെ ഇതിന് വേണ്ടിയിട്ട്, ഹോർമോണിന്റെ വളർച്ചയ്ക്കോ ഇതിന് വേണ്ടിയിട്ടായിരിക്കും. സൈസ് എന്താ പറയുക, ഹോർമോണാണ് കുത്തിവെക്കുന്നത്, വാക്സിൻ അല്ല അത് കുത്തിവെക്കുന്നത് ചിക്കനകത്ത്. അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കാട് കയറി പോണ്ട. പറ്റുന്നവരെല്ലാം മത്സ്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പം മത്സ്യവും കായലിൽ നിന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ്, അത് വേറെ വിഷയം. കടലിന്റെ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഫ്രഷ് മത്സ്യങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ പാകം അവർക്ക് കഴിക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ മുഴുവനും ഒരേപോലെ കൊടുക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള വാക്സിനുകളെ പരമാവധി എന്ത് ചെയ്യുക, നിങ്ങൾ ബുദ്ധിപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. ആരും തന്നെ അതിലേക്ക് പോയി വീണ് കൊടുക്കരുത്. നിങ്ങളുടെ ശരീരമാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അതിനെ പൊളിക്കാനാണ് ഇവൻ പിശാച്. ഏദനിൽ നടന്ന അതേ റീക്രിയേഷൻ വീണ്ടും നടക്കുകയാണ്. ഏദനിൽ എന്താണോ നടന്നത് ആ റീക്രിയേഷൻ ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞിട്ടില്ലേ, ആൾക്കാർ പറയുന്നില്ലേ, മഹാവിസ്ഫോടനം, ബിഗ് ബാങ് തിയറി, പണ്ട് ലോകമുണ്ടായപ്പോൾ ഉണ്ടായ ആ ബിഗ് ബാങ് തിയറിയുടെ വീണ്ടും ഒരു റീക്രിയേഷൻ ചെയ്യാനാണ് സേണിൽ ഇപ്പോൾ കുറേ ലാർജ് ഹൈഡ്രേൻ കൊളൈഡർ ഉപയോഗിച്ചുകൊണ്ടൊരു എക്സ്പെരിമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റീക്രിയേഷൻ ചെയ്യുകയാണ്. ഇതുപോലെ തന്നെയാണ് ഏദനിലുള്ള അതേ സംഭവം റീക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുകയാണ്. അതാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൈൻഡിനെ ഹാക്ക് ചെയ്യാൻ പോകുകയാണ്. റീസ ഡിസൂസ്, റീന പറഞ്ഞ വാക്സിനേഷൻ എടുത്ത ആളുകൾക്ക് റീന പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ വാക്സിൻ എടുത്തവർ ഭയങ്കരമായിട്ട് എതിർക്കും. എടുത്തവർ പറയുമോ അത് ചുമ്മാ പറയുന്നത് എന്നൊക്കെ പറയത്തുള്ളൂ. അത് നമുക്ക് വിഷയമല്ല. അവർ കേൾക്കാൻ വേണ്ടിയിട്ടുമല്ല പറയുന്നത്. ഇനി കേൾക്കുന്നവർ കേട്ട് അതിനകത്ത് ബുദ്ധിയെ വർദ്ധിപ്പിച്ചാൽ അവർക്ക് കൊള്ളാം. മനസ്സിലായോ? അപ്പോൾ ഇത് ട്രയൽ എക്സ്പെരിമെന്റ് നടക്കുകയാണ്. കുറച്ച് എടുത്തവരുടെ കുറച്ച് മൈൻഡുകളെ ഇവർ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ഭയമാണ് ഇവർ കൊടുക്കുന്ന ഫസ്റ്റ് ടാസ്ക്.
ഭയത്തിൽ കൊണ്ടുപോയി എത്തിക്കും. ഇവരെ എപ്പോഴും ഭയപ്പെടും. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ മെസ്സഞ്ചർ ഹാക്ക് ചെയ്യപ്പെടുന്നു, നിങ്ങളുടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യപ്പെടുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പുല്ല് വില കൽപ്പിക്കുക. ലോകം അത്രത്തോളം ടെക്നോളജി ബേസിൽ ലോകം വളർന്നു കഴിഞ്ഞു. ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയൊക്കെ കഴിവും പ്രാപ്തിയൊന്നും ജനമേ നിങ്ങൾക്ക് ഇതുവരെയ്ക്കും മനസ്സിലായിട്ടില്ല. ഈ ലോകത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ കോമാളി വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന് ഇപ്പോഴും ഇതിന്റെ ഭയാനകതയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ ലോകത്തിന്റെ ടെക്നോളജിയുടെ ലെവൽ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ കാണുന്ന അളവിൽ വെച്ചിട്ട് ഇവരതിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇവർ അളവിൽ വെച്ചിട്ടാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. ഇവർ കണ്ടിരിക്കുന്ന അളവിൽ വെച്ച് ഈ പാസ്റ്റർമാരൊക്കെ ദൈവവചനം വ്യാഖ്യാനിക്കുന്ന കണ്ടിട്ടില്ലേ? ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവർ ഈ ലോകത്തിലെ കേവലം മനുഷ്യ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് മനുഷ്യർക്ക് എന്താണോ പാപമായിട്ട് തോന്നുന്നത്, മനുഷ്യർക്ക് എന്താണോ തെറ്റായിട്ട് തോന്നുന്നത്, ഇതിനെയൊക്കെ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്നുള്ള രീതിയിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവപരിജ്ഞാനം എന്നുള്ളതിനെ കുറിച്ച് ഒരു പാസ്റ്ററിന് പോലും വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. ഒരു പുരോഹിതനെ വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. ഒരു ദൈവപരിജ്ഞാനത്തിന്റെ ആ ലെവലിലേക്ക് എത്തപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? സെവന്ത് സെൻസ് ഇല്ലാതെ പോയതുകൊണ്ടാ. ആ സെവന്ത് സെൻസ് ഇല്ലാതെ സിക്സ് സെൻസിൽ നിന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യർ എന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്. മനസ്സിലായോ? ഒരു മിനിറ്റ്. അപ്പോൾ മനുഷ്യൻ കേവലം സിക്സ് സെൻസിൽ നിന്നുകൊണ്ട് മാത്രം ചിന്തിക്കുന്നതുകൊണ്ട് അവർക്ക് ദൈവത്തിന്റെ പരിജ്ഞാനത്തിനൊത്ത് വളരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും മനുഷ്യരെ പേടിപ്പിച്ച് അവരും കൊടുക്കുന്നത് ഭയമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ക്രിസ്ത്യാനികളും ഒരു ദൈവപരിജ്ഞാനത്തിൽ വളർന്നവന് ദൈവത്തോടുള്ളൊരു ഭയം വേറെയാണ്. അത് ഇതുവരെയ്ക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടോ ജനങ്ങൾക്ക്? എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവാം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്താണ് ദൈവഭയം എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം വെച്ചാൽ നിങ്ങൾ ദൈവപരിജ്ഞാനത്തിന്റെ ഏകദേശ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, എന്താണ് ദൈവപരിജ്ഞാനം എന്നുള്ളതിനെ കുറിച്ച്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാക്കാൻ പറ്റാം. പക്ഷെ ഈ ലോകപരമായിട്ട് എല്ലാവരും കൊടുക്കുന്ന സെയിം ഭയം തന്നെയാണ് പെന്തക്കോസുകാരനും കൊടുത്തു വെച്ചിരിക്കുന്നത് ദൈവത്തെക്കുറിച്ച്. കത്തോലിക്കനും അതേ ഭയം തന്നെയാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. ഹിന്ദുവും അതേ ഭയം തന്നെയാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. ഇസ്ലാം മതവും അതേ ഭയം തന്നെയാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. അവർക്ക് ദൈവസങ്കല്പം എല്ലാം ഒന്നുപോലെ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദൈവങ്ങളുടെ പരിജ്ഞാനവും ഒന്നുപോലെ തന്നെയാണ്. ഇസ്ലാം മതത്തിന്റെ ദൈവത്തിന്റെ അതേ പരിജ്ഞാനത്തിന്റെ ലെവല് തന്നെയാണ് പെന്തക്കോസുകാരുടെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ ലെവല്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എന്താണ്? ഇസ്ലാം മതം പഠിപ്പിക്കുമ്പോൾ പറയും നിങ്ങൾക്ക് മദ്യം ഹറാമാണ്, വ്യഭിചാരം ഹറാമാണ്, സ്വർഗത്തിൽ ഇത് ഹലാലാണ്, നിങ്ങൾക്ക് ഇത് രണ്ടും സ്വർഗത്തിൽ കിട്ടും. പെന്തക്കോസുകാരും സെയിം ഒരേ മെത്തേഡിൽ തന്നെയാണ്. ഭൂമിയിൽ നിങ്ങൾ സകല സുഖ സൗകര്യങ്ങളെയും ഒഴിവാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഇവയെല്ലാം 100 മടങ്ങ് കിട്ടും എന്ന് അവരെയും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ ആഭരണങ്ങൾ ഇന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് ആഭരണം ഇട്ട് അലങ്കരിക്കാൻ പറ്റും. ഇപ്പൊ ദൈവസങ്കല്പത്തിന്റെ പരിജ്ഞാനത്തിന്റെ ലെവല് കണ്ടോ നിങ്ങൾ? മനസ്സിലായോ? ആ ലെവല് കണ്ടോ? എവിടം വരെയാണ് ഇവർ എത്രത്തോളം തരം താഴ്ന്നാണ് നിങ്ങളെ ഈ സമൂഹത്തിൽ ഈ പുരോഹിതന്മാരും ഈ വിശ്വാസികളും എല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ സെവന്ത് സെൻസ് എങ്ങനെ വരും? ശോഭന, ഒരു മിനിറ്റ്, അത് അജയ്, ഞാൻ ഇപ്പൊ ശോഭൻ MP അജയ്, ഞാനത് പിന്നീട് പറഞ്ഞു തരാം അതിനെക്കുറിച്ച്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളും, ഈ സെവന്ത് സെൻസ് എന്ന് പറയുന്നത്, ഈ സെവന്ത് സെൻസിന്റെ ആ പരിജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കിയവന് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഭയം എന്ന് പറയുന്ന ഒന്നിനെയാണ് ലോകത്തിൽ മനുഷ്യർക്ക് കൊടുക്കുന്നത്. ഈ ഭയത്തെ കൊടുത്തിട്ടാണ് പിശാച് അടിമപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ആ ഭയത്തിന്റെ ഒരു വെർഷനാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മോഹൻരാജ് ആദ്യം സ്വന്തം പ്രൊഫൈലിൽ ഇട്ടിട്ട് വന്നിട്ട് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, അതിനുള്ള മറുപടി ഞാൻ പറയാം. ഓക്കെ? നീ പറയുന്നത് പക്കാ പച്ചത്തേറി. സോ വാട്ട് ഹാപ്പൻ? സോ വൈ? ഞാൻ ആരെയാണ് തെറി വിളിക്കുന്നത്? ചുമ്മാ പോയി വഴി കാണുന്നവനെയൊക്കെ ഞാൻ തെറി വിളിച്ചോണ്ടിരിക്കുവാണോ? എടാ, എന്നോട് വരുന്നവനെ ഏതവനാണെങ്കിലും എന്റെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ട് പോകും. അത്രേ ഉള്ളൂ. വരാതിരുന്നാൽ വരുന്നവനെ
വരാതിരുന്നാൽ അവന് നല്ലത്. വരുന്നവന്റെ കാര്യം കട്ടപ്പുകയാണ്. അപ്പോൾ എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. മനസ്സിലായോ? അതുകൊണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ പച്ചത്തെറിയോ പഴുത്തതെറിയോ പുഴുത്തതെറിയോ ഒക്കെ അവിടെ ഇരിക്കട്ടെ. അത് അവിടെയൊക്കെ വരുന്ന യുദ്ധത്തിന് വരുന്ന സമയത്ത് യുദ്ധത്തിന് എന്റെ മുറകൾ ഞാൻ പ്രയോഗിക്കും. അതങ്ങനെയാണ്. അല്ലാതെ എന്നെ ഒരുത്ത് ബലാത്സംഗം ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഞാൻ കൃപ വന്നേ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നു കൊടുക്കില്ല. എന്നെ ഒരുത്തം ബലാത്സംഗം ചെയ്യാൻ വല്ലതും പ്ലാൻ ചെയ്തോ അവന്റെ മുറിയണ്ടി ഞാൻ വെട്ടിയെടുക്കും. മുറിയണ്ടിയോ ഒറിജിനൽ അണ്ടിയോ ഏതണ്ടിയാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഏവതവനാണെങ്കിലും എന്നെ ഒരുത്തർ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ അവന്റെ കാര്യം കട്ടപ്പുകയാണ്. അല്ലാതെ കൃപ പാടി ഇരിക്കും എന്നുള്ള കാര്യം അത് നിങ്ങൾ മാറ്റിവെക്കുക. ഇനി നിങ്ങൾ ആ കൂട്ടത്തിൽ കൂടണ്ട. പെന്തക്കോസ് ലെവലിലേ നിങ്ങൾ കാണണ്ട എന്നെ. അങ്ങനെ നിങ്ങൾ കണ്ട നിങ്ങളുടെ കാര്യം കട്ടപ്പുകയതാ. വാച്ചർമാരെല്ലാം കൂടി ചേർന്ന് നിങ്ങളെ കൊണ്ട് വാക്സിൻ എടുത്തു തന്നില്ലേ? എടാ, ഈ ലോകത്തിൽ വരുന്ന ഭയാനകതയും ഈ ലോകത്തിൽ വരുന്ന ആപത്ത് പോലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിവ് കെട്ടവന്മാരാ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനിരിക്കുന്നത്. സൂപ്പർ. ഈ ലോകത്തിൽ വരാൻ പോകുന്ന ആപത്തിനെയും ഭയാനകതയും ഒന്നും മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കുവാനും കഴിവ് കെട്ടവന്മാരാണ് അവിടെ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെയൊക്കെ ഹല്ലേലൂയ ചോത്രം ഇത് മാത്രം കണ്ട് പുളകം കൊള്ളുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിൽ ഇരുന്ന്. ആകാശമണ്ഡലങ്ങളിൽ ഇരിക്കും. നീ തെറി പറയുന്നുണ്ടോ, നീ അത് പറയുന്നുണ്ടോ, നീ ഇത് പറയുന്നുണ്ടോ? നിങ്ങൾക്ക് ദൈവപരിജ്ഞാനത്തിന്റെ ലെവൽ ഇതുവരയ്ക്കും മനസ്സിലായിട്ടില്ല. ദൈവപരിജ്ഞാനത്തിന്റെ ലെവൽ എത്തുമ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം മാറുന്നത്. എന്നിട്ട് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് അതിനുള്ള കഴിവും കപ്പാസിറ്റി ഉള്ളവർ മാത്രം ഈ ലൈവിൽ തുടർന്നാൽ മതിയെന്നേ. നിങ്ങൾക്ക് അത്രയ്ക്കും ടഫായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത്രയും നിങ്ങളുടെ ബുദ്ധി വളരണം. അല്ലാതെ നിങ്ങൾ കുറെ മണ്ടന്മാരെ പോലെ ഈ ലോകത്തിന്റെ പാച്ചർമാരുടെയും പുരോഹിതന്മാരുടെയും കാലിന്റെ കീഴിൽ പോയിരുന്നിട്ട് വചനം പഠിച്ചുകൊണ്ട് വരുന്ന ആ പഴയ തുരുത്തിക്കകത്ത് വീന് നിറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവന്മാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകത്തില്ല. പറഞ്ഞ പിടി കിട്ടിയോ? നിങ്ങളുടെ തലച്ചോറ് അത്രത്തോളം കുറച്ചുകൂടി ഹൈ ലെവലിലേക്ക് നിങ്ങളുടെ ബുദ്ധി വികസിച്ചവർക്ക് മാത്രമേ ഇത്. ഇപ്പൊ 1ാം ക്ലാസ്സിൽ പഠിച്ച കൊച്ചിനും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനും പോയി 10ാം ക്ലാസ്സിലെ ക്ലാസ് പഠിപ്പിച്ചു കൊടുത്താൽ മനസ്സിലാകുമോ? +2 പോയിരുന്നാൽ മനസ്സിലാകും. എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റുമോ കൊച്ചിന്? പറ്റത്തില്ല. അപ്പോൾ ലെവലിന്റെ അനുസരിച്ച് തലച്ചോറിന്റെ വികാസവും കൂടി ബുദ്ധി വളർച്ചയുള്ളവർക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മന്ദബുദ്ധികൾക്കുള്ളതല്ല. അതുകൊണ്ട് ഭക്തിയുടെ ലെവലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ആ ലെവലിൽ നിങ്ങൾ നിന്നോ, എനിക്ക് പ്രശ്നമേ ഇല്ല. കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഭയാനകതയെ ലോകത്തിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അത് പറയുന്ന സമയത്ത് ചിലപ്പോൾ പിശാചിന് ഇഷ്ടപ്പെട്ടിരുന്നു വരും. അത് പറയുന്ന സമയത്ത് കുറച്ചു പേര് സത്യം അറിയുന്നു എന്ന് കാണുമ്പോൾ അവന് പേടി തോന്നും. ആ സത്യം അറിയുന്നവരെ ഒരു മിനിറ്റ്, ദൃശ്യം നിന്റെ പേര് ദൃശ്യവും ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് ഫേക്ക് ഐഡികളെല്ലാം സ്ഥലം കാലിയാക്കിക്കോ. ഫേക്ക് ഐഡികളെ ഞാൻ തോട്ടിൽ വലിച്ചെറിയും. പറഞ്ഞ മനസ്സിലായോ? സെപ്റ്റി ടാങ്കിൽ കൊണ്ട് നിന്റെയൊക്കെ കമന്റുകളും ഞങ്ങോട്ട് തള്ളും. അത്രയേ ഉള്ളൂ ഫേക്ക് ഐഡികളുടെ. ഒറിജിനൽ ആയിട്ട് നിങ്ങളുടെ പേരോ ഊരോ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് എൻ്റെ അടുത്ത് വാ, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. അപ്പൊ അവിടം വരെ ഇരിക്കട്ടെ, കാര്യങ്ങളിലേക്ക് പോട്ടെ. സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ദൃശ്യത്തിന് ബൈ. സെപ്റ്റി ടാങ്കിൽ നിന്റെ കമന്റ് കിടപ്പുണ്ട്, എടുത്ത് തീട്ടത്തിൽ നിന്ന് കഴുകി വൃത്തിയാക്കി നീ തന്നെ അതങ്ങ് വെച്ച് വിഴുങ്ങിക്കോ. ഓക്കെ? അല്ലെങ്കിൽ നിന്റെ അമ്മയ്ക്ക് എന്നെ കൊണ്ട് കൊടുത്തോ അത്. അപ്പോൾ ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. കാരണം ഈ ലോകത്തിൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ലെവല് മനുഷ്യർക്ക് ഇല്ലാണ്ട് പോയി. അത് ഒന്നാമത്തെ പോയിന്റ്. ആ പരിജ്ഞാനത്തിന്റെ ലെവല് മനുഷ്യർക്ക് ഇല്ലാണ്ട് പോയത് കൊണ്ടാണ് മനുഷ്യരെന്ത് ചെയ്തത്? ഈ ദൈവപരിജ്ഞാനത്തിന്റെ ലെവല് എവിടം വരെ കൊണ്ടാക്കി? എല്ലാ ദൈവങ്ങളുടെയും സങ്കല്പത്തിനൊത്ത് മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റെയ്മോൾ റോബർട്സ്. ഓക്കെ, പിന്നീട് കണ്ടാലും മതി, നോ പ്രോബ്ലം. ഷാജി ജോർജ്, വാർ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഹമാസ് ഇപ്പോഴും തുരങ്കത്തിലാണ്. അവന്മാരെ തീർത്തിട്ടേ ഇസ്രായേൽ അടങ്ങത്തുള്ളൂ. അവന്മാരെ തീർത്തിട്ട് വേണം ഇനി ലെബനോനിലോട്ട് യുദ്ധത്തിന് പോകാനായിട്ട്. എന്തായാലും അവിടെ അവന്മാരുടെ കാര്യം കട്ടപ്പോകുകയാണ്. വാർ ഇപ്പോഴും നടക്കുന്നുണ്ട്. സുരേഷ് എസ്, ഞാൻ ഇതുവരെ വാക്സിൻ എടുത്തിട്ടില്ല. യേശുവിന്റെ നാമമല്ല ബ്രദറെ, യഹോശുവ മശിയാഹ് എന്നുള്ള നാമമാണ്. യേശു എന്നുള്ള പേര് പറയാതിരിക്കാൻ ശ്രമിക്കുക. ഇതും വഞ്ചനയുടെ വേറൊരു വേർഷനാണ് പിശാചിന്റെ. ഒരിക്കലും യേശു എന്നുള്ള പേര് നിങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക.
നമ്മുടെ ദൈവത്തിന്റെ നാമത്തെയും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അപ്പൻ ആരാന്ന് തിരിച്ചറിവ് വരുന്ന സമയത്ത്, കാരണം കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു പ്രായത്തിൽ ചിലപ്പോൾ ഫുൾ പേര് വിളിക്കാൻ അറിയാതെ വരും. കുഞ്ഞുങ്ങൾക്ക് കൊച്ചുപിള്ളേരുടെ നാക്ക് ഇത് വരുമ്പോഴത്തേക്കും പപ്പയുടെ പേര്, യഥാർത്ഥ പേര് പറയാൻ ചിലപ്പോൾ കഴിയാതെ വരും. അത് കുഞ്ഞുങ്ങൾക്ക്. പിന്നീട് കുഞ്ഞുങ്ങൾ ബുദ്ധിയും ബോധവും വളർന്ന സമയത്ത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പരമാവധി അത് തന്നെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും യഹോശുവ മശിയാഹ് എന്നുള്ള നാമത്തിൽ സ്നാനമേൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും വാക്സിൻ എടുക്കാതിരുന്നത് വളരെ നല്ല കാര്യം. എന്താ പറയാ, മരണം വരെയും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. വളരെ വളരെ എന്താ പറയുന്ന, നമ്മൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞ വിഷയങ്ങളിലേക്ക് നമ്മൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ബുദ്ധിയുള്ളവരായിരിക്കുക. നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വലിയൊരു ജനസമൂഹം ഒരേ റൂട്ട് തിരക്കി പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തരായി മാറി നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു 10, 15, 20, 100 ഒക്കെ ആയിരിക്കും കാണുന്നത്. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കോടാനുകോടി വ്യക്തികൾ ഒരേ വഴിക്ക് പോകും. അപ്പോൾ ഇന്നത്തെ ലോകത്തെ പിശാച് കബളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊരു വീഡിയോ, നിങ്ങൾ യൂട്യൂബ് നിങ്ങൾ കയറി നോക്കിയേ, ഫേസ്ബുക്കിൽ നിങ്ങൾ നോക്കിയേ, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്തും അതിന്റെ മില്യൺസ് ഓഫ് വ്യൂവേഴ്സിനെയാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആ മില്യൺ വ്യൂവേഴ്സ് കണ്ടു കഴിയുമ്പോൾ ആളുകളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലായിട്ട് പിശാചിന്റെ ക്ഷുദ്രപ്രയോഗത്താൽ മനുഷ്യർ തിങ്ക് ചെയ്യുന്നത് ആ പറഞ്ഞ വീഡിയോയിലാണ് അന്തസത്തുള്ളത്, അതിലാണ് സത്യം. അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ കയറിയിരുന്നത് കണ്ടത്. അങ്ങനെ ഒരു മൈൻഡ് ഹാക്കിംഗ് നടന്നു കഴിഞ്ഞു ലോകത്ത്. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ഒരു മൈൻഡ് ഹാക്കിംഗ് നടന്നു കഴിഞ്ഞു പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ മനുഷ്യർ നോക്കുമ്പോൾ മില്യൺസ് ഓഫ് വ്യൂവേഴ്സ്. അപ്പോൾ ഇതിനകത്താണ് എന്തോ ഒരു കാര്യമുള്ളത്, ഇതിനായിരിക്കും സത്യമുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ ഈ വീഡിയോ കയറി കണ്ടത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് മനുഷ്യർ പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ലോകത്തിലെ മനുഷ്യർ എല്ലാവരും, ദൈവവചനവും അതുകൊണ്ടാണ് പറയുന്നത്, എന്തുവാ, നരകത്തിലേക്കുള്ള വഴി വീതിയുള്ളതും വിശാലതയേറിയതും അതിലേക്ക് അനേകർ കടക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. എണ്ണിപ്പറയാൻ പറ്റത്തില്ല, അങ്ങനെ അതിനകത്തോട്ട് കടക്കും. പക്ഷെ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമുള്ള, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നവർ ചുരുക്കമത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് കുറച്ചു പേര് മാത്രം കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വ്യൂവേഴ്സിനെ ഒന്നും നിങ്ങൾ നോക്കരുത്. ഈ കാലഘട്ടത്തിൽ വ്യൂവേഴ്സ് കുറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടും എന്തോ ഒരു സത്യം അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട് എന്ന് മാത്രം നിങ്ങൾ കണ്ടാൽ മതി ഈ പറയുന്ന കാര്യത്തിനകത്ത്. ഓക്കെ, അപ്പോൾ ഈ പിശാചിൻ ഈ ലോകത്ത് ഈ പിശാച് നടത്തിയൊരു ഹാക്കിംഗ് ആണ്. അതായത് മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യപ്പെടുന്നു, നിങ്ങളുടെ എന്താ പറയുക മെസ്സഞ്ചർ ഹാക്ക് ചെയ്യപ്പെടുന്നു, നിങ്ങളുടെ ഫോൺ കോളുകൾ ട്രേസ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടും ഇപ്പോഴത്തെ ഫോണുകളിലെല്ലാം തന്നെ ഒരു പുതിയ ഫീച്ചേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ആ പുതിയ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അലോവും ഡിനേയും മാത്രമേ ഉള്ളൂ. പക്ഷേ വൈൽ യൂസിങ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് മേളിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പുതിയ ഫീച്ചറാണത്. അതായത് പണ്ട് അലോവ് ഡിനേന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ പുതിയ ഫീച്ചറിനകത്ത് വൈൽ യൂസിങ് ആപ്പ് എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. വൈൽ യൂസിങ് ആപ്പ്, പിന്നെ അലോ, പിന്നെ ഡിനോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, വൈൽ യൂസിങ് ആപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്നാ പിന്നെ ഇത് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫീച്ചർ ആയിരിക്കാം ഇത് എന്ന് നിങ്ങൾ ചിന്തിക്കും ഈ ആപ്പിനെ കുറിച്ച്. അപ്പോൾ അലോ കൊടുക്കുമ്പോഴായിരിക്കും നമ്മുടെ എല്ലാ ഡാറ്റകളും ചോർന്നു പോകുന്നത്. ഡിനേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എന്താ പറയുന്ന ആപ്പ് യൂസ് ചെയ്യാൻ പറ്റാതെ വരും ഡിനേ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അലവ് കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ വൈൽ യൂസിങ് ആപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ, നിങ്ങൾ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ മാത്രമല്ലേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹാക്ക് ചെയ്ത് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷനോ എന്തെങ്കിലും ഡാറ്റ അവരെടുക്കുന്നുള്ളൂ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തുവാ, കുറച്ചുകൂടി നമ്മുടെ സേഫ്റ്റിക്കും നമ്മുടെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു വൈൽ യൂസിങ് ആപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഫീച്ചർ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതായിരിക്കും. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. അതായത് പിശാച് ഓരോ കാലം കഴിയുന്തോറും, ടെക്നോളജി കൂടുന്തോറും നിങ്ങളുടെ മൈൻഡ് ഹാക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. അല്ലാതെ നിങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആപ്പുകളല്ല ഇനി വരാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന സകല ഫീച്ചേഴ്സും, ഇനി വരാൻ പോകുന്ന ലോകത്തിലെ എല്ലാം തന്നെ നിങ്ങളുടെ ബോഡി ഹാക്ക് ചെയ്യപ്പെടുകയാണ്, നിങ്ങളുടെ മൈൻഡ് ഹാക്ക് ചെയ്യപ്പെടുകയാണ്. ഇതുവരയ്ക്കും നിങ്ങളുടെ
എന്താ പറയുന്ന ഡാറ്റകൾ എന്ന് പറയുന്നത് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ സർവൈവിൽ സേവ് ചെയ്ത് വെച്ചത് മാത്രമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ്, നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഫോണിനകത്ത് കീപ്പ് ചെയ്ത് വെച്ചിരുന്നത് അത് മാത്രമായിരുന്നു ഇത്രയും നാളും ഹാക്ക് ചെയ്തപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇനിയുള്ള നാളുകളിലുള്ള ഹാക്കിങ്ങിന്റെ സിസ്റ്റം തന്നെ മാറും. പക്ഷെ നിങ്ങളെ ആഭിചാരത്തിൽ വഞ്ചിച്ച് കളയും. നിങ്ങളൊരു വഞ്ചനയിലൂടെ ആയിരിക്കും അവർ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത്. നിങ്ങളുടെ ബോഡി ഹാക്കിങ് നടക്കാൻ പോവുകയാണ്, നിങ്ങളുടെ മൈൻഡ് ഹാക്കിംഗ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ വൈൽ യൂസിങ് ആപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ആപ്പ് ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല, ഇപ്പം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നില്ലല്ലോ ഈ ആപ്പ്. അല്ല, അത് കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അലൗ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കറക്റ്റ് എവിടേക്ക് ചെല്ലും? സാറ്റലൈറ്റിലേക്ക് ചെല്ലും. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം കൃത്യമായിട്ട് തന്നെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ സാറ്റലൈറ്റിലൂടെ നിങ്ങൾ ഹാക്ക് ചെയ്യപ്പെടും ആ സമയത്ത്. അതാണ് ഈ വൈൽ യൂസിങ് ആപ്പിലൂടെ സംഭവിക്കാൻ പോകുന്ന ഹാക്കിങ്ങിന്റെ വേറൊരു വെർഷൻ. മനസ്സിലായോ? അത്രയും കാലം നിങ്ങളുടെ നിങ്ങളുടെ ഓരോ മൂവ്മെന്റും എന്ത് ചെയ്യും? നിങ്ങൾ ആ ഒരു ആപ്പിലൂടെ അവർക്ക് നിങ്ങളുടെ മൂവ്മെന്റ് പോലും, നിങ്ങൾ എവിടെ മൂവ് ചെയ്യുന്നു, എത്ര മിനിറ്റ് ഇന്ന സ്ഥലത്ത് നിങ്ങൾ നിന്നിട്ടുണ്ട്, എത്ര മിനിറ്റ് നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് സംസാരിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, സകലമായിട്ടുള്ള നിങ്ങളുടെ ഇൻഫർമേഷനും അവിടെ കളക്ട് ചെയ്യപ്പെടുകയാണ്. ഇതാണ് പുതിയ പുതിയ ഫീച്ചേഴ്സ് വരുന്നത് കൊണ്ടുള്ള ഗുണം. അല്ലാതെ പുതിയ പുതിയ ഫീച്ചേഴ്സ് വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി സേഫ്റ്റി ആകുകയല്ല, നിങ്ങൾ കുറച്ചുകൂടി സേഫ് ആകുന്നു എന്ന് നിങ്ങളെ വരുത്തി തീർക്കുകയാണ്. അല്ല, നിങ്ങൾ കുറച്ചുകൂടി ആപത്തിലേക്ക് പോകുകയാണ്. കുറച്ചുകൂടി നിങ്ങളുടെ മൈൻഡിനെ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിയിൽ ഒരു സ്ത്രീ, റീന എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? സാധാരണക്കാർ ചിന്തിക്കുന്നത് സാധാരണക്കാർ ചിന്തിക്കുന്നത് എന്താണ്? സാധാരണക്കാർ ചിന്തിക്കുന്നത് എന്തെങ്കിലും സിസ്റ്റം വെച്ച് നമ്മളെ ഹാക്ക് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസിലൂടെ നമ്മളെ ഹാക്ക് ചെയ്യുകയായിരിക്കും എന്നൊക്കെയായിരിക്കും സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ അതല്ല. ഈ വാക്സിൻ എടുത്ത വ്യക്തികളിലെ കുറച്ചു പേരെ അവർ ട്രയൽ എക്സ്പെരിമെന്റ് നടത്തുകയാണ്. ഈ വാക്സിനിലൂടെ മൈൻഡ് ഹാക്ക് ചെയ്യപ്പെടുമെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ട്രയൽ എക്സ്പെരിമെന്റ് നടക്കുകയാണ്. കുറച്ചാളുകളെ വെച്ചുകൊണ്ട് ഇവർ ഹാക്ക് ചെയ്ത് ഇവർ അവരുടെ ഇൻഫർമേഷൻ പാസ് ചെയ്ത് അവരുടെ മൈൻഡിനകത്ത് ഇവർ സംസാരിക്കുന്നത് അവരുടെ മൈൻഡിന് കേൾക്കാൻ പറ്റും. അവരുടെ മൈൻഡിലൂടെ ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചിലരെ കാണുന്നത് പോലെ തോന്നും. ഹാലൂസിനേഷൻ എന്നൊക്കെയാണ് ഇതിനെ പറഞ്ഞ്, അതുകൊണ്ടാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ചുള്ള എക്സ്പെരിമെന്റ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടത്. ഇതെല്ലാം മുന്നേ കണ്ടറിഞ്ഞ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ കണ്ടറിഞ്ഞ ഒരു സിസ്റ്റമാണ്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ ചെയ്തു വെച്ചിരുന്ന കാര്യമാണ് ഈ ഹാലൂസിനേഷൻ എന്ന് പറയുന്ന രോഗം. മനസ്സിലായോ? ആ ഒരു രോഗത്തെക്കുറിച്ച് ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു വെച്ചിരുന്നത് കൊണ്ട് ആളുകൾ ചിന്തിക്കും, ഇനി മനുഷ്യർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവനൊരു ഹാലൂസിനേഷൻ ഉണ്ടായതാണ് എന്ന് നിസ്സാരവൽക്കരിച്ച് വിടും ഇതിനെ. മനസ്സിലായോ? പറയുന്നവന്റെ വാക്കുകൾക്ക് പിന്നീട് വിലയില്ലാണ്ടാകും. കാരണം ഓൾറെഡി മെഡിക്കൽ സയൻസിൽ അതിനൊരു പേര് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നതെന്ന് പറയാം. പക്ഷെ ആക്ച്വലി അത് ഹാലൂസിനേഷൻ അല്ല. അവന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യപ്പെടുകയാണ്. ഭയത്തിലൂടെയാണ് അവനെ കൊണ്ടുപോകാൻ പോകുന്നത്. പിന്നീട് ആ ഭയം വെച്ചുകൊണ്ട് അവന് ചില ടാസ്കുകൾ കൊടുക്കും. അത് ഈ വ്യക്തിയും ഈ കൺട്രോൾ ചെയ്യുന്നവരുമായിട്ടേ അറിയത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് അപ്ഡേഷൻ നടക്കാറുണ്ട്. ഈ ഫോണുകൾ അപ്ഡേഷൻ നടക്കുമ്പോൾ ഇപ്പം ഫേസ്ബുക്കിന് അവർക്കൊരു പുതിയ അപ്ഡേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും, അതായത് നിങ്ങളുടെ ഫോണിന് ഫേസ്ബുക്ക് അപ്ഡേഷൻ കൊടുക്കുന്നതും അവരുടെ ആപ്ലിക്കേഷൻ അപ്ഡേഷൻ ചെയ്യുന്നതും രണ്ടാണ്. അപ്പോൾ അവരുടെ ആപ്ലിക്കേഷന്റെ അപ്ഡേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് കൊണ്ടുവരണം എന്നവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് അവർക്ക് അവരുടെ സിസ്റ്റത്തിൽ ഇരുന്നു കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടില്ലേ, പണ്ടൊക്കെ സ്മൈലി നിങ്ങൾക്ക് ഇടാമായിരുന്നു. നിങ്ങൾക്ക് ചിരിയുടെ സ്മൈലി ഇടാം, ലൈക്ക് ഇടാം, ലവ് ഇടാം. ഇപ്പോൾ പുതിയ വെർഷനും കൂടി ചെയ്തിട്ടുണ്ട്, ഹഗ് ചെയ്ത് ഇടുന്നത് കൂടി വന്നിട്ടുണ്ട്. അതിന്റെ ഫീച്ചർ മാറി കണ്ടില്ലേ? അപ്പോൾ അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ
നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അവരുടെ സിസ്റ്റത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ലോകത്തിൽ മുഴുവനുള്ള ഫോണുകളിലേക്കും അവർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് വാക്സിനിലൂടെ അവർ നടത്താൻ ഉദ്ദേശിച്ച എക്സ്പെരിമെന്റും. ഈ വാക്സിൻ അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ മുഴുവനും അവർ കൊടുത്തതും. ആ കൊടുത്തതിന്റെ ഭാഗമായിട്ട് അതിൽ വെച്ചുകൊണ്ട് കുറച്ചാളുകളെ സെലക്ട് ചെയ്തിട്ട് അവരെ ഇപ്പോൾ ഡയറക്റ്റ്ലി മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് ഏതറ്റം വരെ കൊണ്ടുപോകാം എന്നുള്ളത് പഠിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഭയം നിങ്ങളിലേക്ക് കൊണ്ടുവരും. ആദ്യത്തെ അജണ്ട അതാണ്. അതുകൊണ്ട് ഭയമില്ലാത്തവരായിരിക്കാൻ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് വേറൊരു സംഭവം ഞാൻ പറഞ്ഞു തരട്ടെ. ഒരിക്കൽ ഞാൻ ലൈവിൽ വന്നിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഈ ഹമാസ് തീവ്രവാദികളുടെ കോട്ടയ്ക്കകത്ത് കൂടി ഞാൻ ഒരിക്കൽ ലൈവിൽ വന്നിരുന്നു. വന്ന സമയത്ത് 2 ചെറുക്കന്മാർ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, സി ദിസ് യുവർ ലൈവ് ഈസ് അവർ ഫോൺ എന്ന് പറഞ്ഞിട്ട്, അതായത് നിന്റെ ലൈവ് ഞങ്ങളുടെ ഫോണിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലൈവ് അവരുടെ ഫോണിൽ കണ്ടോണ്ടിരിക്കുക അവര്. ആ സമയത്ത് ഞാൻ അവിടെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ എൻ്റെ ലൈവ് അവരുടെ ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ലൈവ്. അവർക്ക് എൻ്റെ പേജ് അറിയത്തില്ല. ജെറുസലേം എന്ന പേജ് മലയാളത്തിൽ ടൈപ്പ് ചെയ്താലേ എൻ്റെ പേജ് കിട്ടത്തുള്ളൂ. എന്നെ അവർ കണ്ടിട്ടുമില്ല. കണ്ടിട്ടുണ്ടാൽ പോലും എൻ്റെ പേജ് അവർക്ക് ഓർമ്മയില്ല. എന്നെ അവർക്ക് ഓർമ്മയില്ല. എൻ്റെ പേജിന്റെ പേരെന്താണെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ എത്ര കൃത്യമായിട്ട് ഞാൻ പാസ് ചെയ്തു പോയപ്പോൾ എൻ്റെ ലൈവ് അവർക്ക് എങ്ങനെ അവരുടെ ഫോണിൽ വന്നു? ചിന്തിക്കണം നിങ്ങൾ. അവിടെയാണ്, അതായത് എൻ്റെ കയ്യിലുള്ള ഈ ബ്ലൂടൂത്ത് ഡിവൈസ് ഇതൊരു ഹാക്കിംഗ് ആണ്. മനസ്സിലായോ? ഞാൻ എന്തിനാ ഇതിനെയൊക്കെ നിസ്സാരപ്പെടുത്തി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. വേറെ വല്ലവരാണെങ്കിൽ നമ്മുടെ ഫോണ് ഇവര് ഹാക്ക് ചെയ്തു, ഇപ്പൊ നമ്മുടെ ഇങ്ങനെ പേടിച്ചു പോയത്. പക്ഷെ ഞാനതിനെ നിസ്സാരപ്പെടുത്തിയിട്ടാണ് ഞാൻ അങ്ങ് പോയത്. ഇത് എൻ്റെ ബ്ലൂടൂത്ത് ഒരു ഹാക്കിംഗ് ഡിവൈസ് കൂടിയാണ്. ഈ ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ബ്ലൂടൂത്തിലൂടെ ഞാൻ നടന്നു പോകുന്ന സമയത്ത് വേറൊരാൾക്ക് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് എൻ്റെ ബ്ലൂടൂത്തിന്റെ ഡിവൈസിലേക്കുള്ള സകലതും അവർക്ക് ചോർത്തിയെടുക്കാൻ പറ്റും എൻ്റെ ഡിവൈസ് വഴിക്ക്. അതുകൊണ്ടാണ് എൻ്റെ ലൈവ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഫോണിൽ ഡയറക്റ്റ് വന്നുകൊണ്ടിരിക്കുക ആ ലൈവ്. അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഇത് നോർമൽ, നിങ്ങൾ ഒരിക്കൽ ലൈവിൽ കണ്ട കാര്യമാണ്. അവരെന്നോട് സംസാരിക്കുന്നതൊക്കെ ഞാനിത് ലൈവിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ട കാര്യമാണ്. ഇത് ഓർമ്മയുള്ളവർക്ക്, അന്നത്തെ ലൈവ് കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാകും. അപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ, അപ്പൊ അത് ഞാൻ കണ്ടിട്ട് ഞാൻ എൻ്റെ ഫോൺ അവർ ഹാക്ക് ചെയ്തോ എന്ന് ഞാൻ ഭയപ്പെടുകയോ ഞാൻ നിസ്സാരമായി കണ്ടുപോയി. കാരണം ഇതിനേക്കാളും വലുത് ലോകത്ത് വരാനിരിക്കുന്നു. അപ്പൊ പിന്നെ ഇതാണോ വിഷയം? ഈ ചീള് കേസാണോ വിഷയം? ברוך השם. לא. לא כלום. עכשיו אני רוצה את מקלחת עם רבקי. בסדר. להוריד לך כיסא, כי בלילה יש לי חתונה, אני לא יכולה. בסדר. אתי, עכשיו תתחילי פה. സഹോദരങ്ങളെ, കുറച്ച് കാര്യം കൂടി എനിക്ക് സീരിയസ് ആയിട്ട് പറയണമെന്നുണ്ടായിരുന്നു. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് വരാവേ. വെയിറ്റ് ചെയ്യണേ, ഒരു 1/2 മണിക്കൂർ ഇനി വെയിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യണേ, വന്നിട്ട് ഞാൻ ലൈവ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, 1/2 മണിക്കൂർ ചെറിയൊരു ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട്